ഞാൻ എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി ഒന്ന് നാട്ടിൽ പോയതാണ്. ഞാൻ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം അതിനടുത്തുള്ളൊരു പോയിൻ്റ് ഞാൻ പണ്ടെപ്പോഴോ ഗൂഗിൾ മാപ്പിൽ നോക്കി വെച്ചത് ഓർമ്മ വന്നതുകൊണ്ട് എന്നാൽ പിന്നെ അവിടെ കൂടെ ഒന്ന് പോയിട്ട് വന്നേക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് വിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുന്ന വഴി ഇങ്ങനെ റോഡിലെത്തി. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മാമലക്കണ്ടത്തോട്ട് പോകുന്നൊരു റോഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ കൂടെ പാസ് ചെയ്തപ്പം ഓർമ്മ വന്നു. അങ്ങോട്ട് പോകുമ്പം ഇതേതാ സ്ഥലം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ബോർഡ് കാണുന്നത്. മറ്റേ ഫോറസ്റ്റിൻ്റെ ടിമ്പർ ഓഫീസാണ്, കോന്നി ടിമ്പർ ഓഫീസാണ്. അതിൻ്റെ ആ ഒരു റോഡാണിത്. ആ ഒരു എന്താ പറയുക, ഒരു മാമലക്കണ്ട റൂട്ട് പോകുമ്പോൾ ഉള്ളൊരു റൈഡിൻ്റെ ഫീൽ എനിക്ക് തോന്നി. എനിവേ ഞാൻ അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി, ചെല്ലിക്കുടി വാട്ടർഫോൾസ്. വഴിയിൽ കുറച്ച് കുരങ്ങന്മാരെ കണ്ടുകൊണ്ട് ഞാൻ ഹെൽമെറ്റൊന്നും അത് വെച്ചിട്ട് പോകുന്നില്ല. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. സോ വണ്ടി അടച്ചിട്ട് നമുക്ക് പതുക്കെ നടക്കാം. ഇൻസ്റ്റഗ്രാമിൽ ആ വാട്ടർഫോൾസിനെ പല ആംഗിളിലൊക്കെ കാണിച്ച് നല്ല രസമായിട്ട് വാട്ടർഫോൾസ് എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചെറിയ തോടെ നമ്മളിവിടെ അവിടെ ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കാണത്തുള്ളൂ. ഇത് മുകളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹൈറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വാട്ടർഫോൾസ് എങ്ങനെ വിളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ചില ആംഗിളിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ സംഭവമായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും എന്നല്ലാതെ ഒന്നും ഫസ്റ്റ് എനിക്ക് തോന്നിയില്ല. അവിടെ ചെന്നിട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി ഇത് തന്നെയാണോ ഡെസ്റ്റിനേഷൻ എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആ ഒരു എന്താ പറയുക ഗംഭീര സംഭവമൊന്നും നമുക്ക് അവിടെ തോന്നത്തില്ല. അത് പിന്നെ ചില ആംഗിളിൽ പിടിക്കുന്നുണ്ട്. ആ വെള്ളത്തിനോട് ചേർത്ത് പിടിച്ച് നമ്മളിങ്ങനെ ക്യാമറ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഫുട്ടേജ് കിട്ടും. അതല്ലാതെ വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല ആദ്യം ചെന്നപ്പോൾ. അറ്റ്ലീസ്റ്റ് അങ്ങോട്ട് പോയപ്പം ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തത് ആ സ്ട്രീമിനെ ഫോളോ ചെയ്യണം. വേണമെങ്കിൽ ഈ കാണുന്ന പോലെ മുകളിൽക്കൂടൊരു ചെറിയ ഫുട്പാത്ത്, ചെറിയൊരു പാത പോലെ ഉണ്ട്, അതിൽ കൂടെ നടന്ന് വേണേലും പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വേറൊരു വഴിയും കാണിച്ചു തരാം. ഒരു പാടുമില്ലായിരുന്നു, ഈ വഴി വഴിയുണ്ടായിരുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ കാട്ടിക്കൂടെ കയറി വന്നതാണ്. അപ്പുറത്തോടെ വഴിയുണ്ട്, ആ വഴി വന്നേനെ, കറക്റ്റ് ഇങ്ങോട്ട് വന്നേനെ. ഒരാവശ്യമില്ലാതെ ഞാൻ കാട്ടിക്കൂടെ കയറി ഇറങ്ങി. എന്നാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആ വഴി വേണേലും വരാം, പക്ഷെ അവിടെ അടച്ചേക്ക് വേണം, അതുകൊണ്ട് അത് ചാടിക്കിടക്കേണ്ടി വരും. അത് തുറന്നിട്ടേക്ക് കുഴപ്പമില്ല. ഒരു കമ്പി, താഴത്തെ കമ്പി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തുറന്നിട്ടേക്കോ. അവിടെയെല്ലാം വൃത്തിയായിട്ട് വരായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്തൂടെ വന്നത്, ഈ കാട്ടിക്കൂടാണ് ഞാൻ കയറി വന്നത്. എല്ലാ ആവശ്യമുള്ള കാര്യമാണ് നോക്കണേ. വേണമെങ്കിൽ ആ സിമ്പിൾ റൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിനെ ഫോളോ ചെയ്തുള്ള ഈ ഒരു ചെറിയ യാത്ര എടുക്കാം. ഏതാണേലും നിങ്ങളുടെ പ്രിഫറൻസ്. അങ്ങനെ മുകളിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം കാണാം. അതിനെ ഈ പറയുന്ന പോലെ ഇച്ചിരി ഗ്ലോറിഫൈ ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം. സോ കോന്നിയോ എല്ലാം പോകുന്നവർക്ക് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. വലിയ സംഭവമൊന്നുമല്ല, ഇത് മാത്രമായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു രസമാണ്. എന്നുവെച്ചൊരു ഇടയ്ക്കത്തെ ഒരു ഹോൾട്ടിങ് പോയിൻ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയ പോയിൻ്റ്. ഞാൻ പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് ഈ റോഡ് ഇങ്ങനെ അങ്ങ് വന്നിരുന്നെങ്കിൽ നേരെ അതിലൂടെ അങ്ങ് എത്തിയേനെ. ഒരു കാര്യമില്ല, ഞാൻ അതിൻ്റെ അകത്തൂടെ വന്നു. ആ വെള്ളച്ചാട്ടത്തിനെ ആ വെള്ളത്തിൻ്റെ ഫ്ലോയെ ഫോളോ ചെയ്താണ് ഞാൻ അങ്ങോട്ട് പോയത്. അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ വഴി നേരെ നടന്നാൽ മതിയായിരുന്നു. ആ ബുദ്ധി എനിക്ക് എന്തായാലും തോന്നിയില്ല. സോ അങ്ങനെ എൻ്റെ യാത്രാ ഉദ്ദേശമായ പാസ്പോർട്ട് വെരിഫിക്കേഷനും കഴിഞ്ഞ് അടുത്തുള്ളൊരു വെള്ളച്ചാട്ടവും കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ see you in the next video. Bye.